പണ്ടൊരിക്കലേ നമ്മൾ ഗോതമ്പ് പൊടിയും പഴമൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ 4 മണി പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഗോതമ്പ് പൊടിയും പഴവും കൂടെ നന്നായിട്ട് അടിച്ച് പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തതിന് ശേഷം, അതായത് നമുക്കിങ്ങനെ ഉണ്ട പിടിക്കാൻ പാകത്തിന് കേട്ടോ, ആക്കി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉണ്ട പിടിച്ചതിന് ശേഷം എണ്ണ തിളപ്പിച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇട്ട് ഒരു ചെറിയ 4 മണി പലഹാരം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വേറൊരു സാധനമാണ് കേട്ടോ, സെയിം ഐറ്റംസ് എല്ലാം വെച്ചിട്ടുള്ളൊരു സാധനം. നമ്മുടെ പഴവും ഗോതമ്പ് പൊടിയും കൂടെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഈ ഒരു കണ്ടീഷനിൽ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു മണിക്കൂർ ഒന്ന് നന്നായിട്ട് പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നു. അതിന് ശേഷം ഇതുപോലെ ഇഡ്ഡലി കുട്ടകത്തിൽ ഒരു പാത്രമൊക്കെ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തടവിയിട്ട് വേണം നമ്മളിങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്, എന്നാലാണ് ഇതുപോലെ ഇങ്ങനെ വിട്ട് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് വിട്ടൊക്കെ വരുന്നുണ്ട്, തണുക്കുന്നതിന് മുന്നേ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ആദ്യത്തെ പരീക്ഷണമാണ്. സംഭവം ഏതായാലും വലിയ തരക്കേടില്ലാത്ത രീതിയിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറുള്ളൊരു പ്രശ്നം എനിക്ക് തോന്നിയത് പഴം കുറച്ചുകൂടി ഒത്തിരി അങ്ങ് പഴുക്കാത്തൊരു പഴം മതിയായിരുന്നു. ഇത് കുറച്ച് പഴുത്തൊരു പഴമായിപ്പോയി എന്നുള്ളൊരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. എനിക്ക് പിന്നെ ഈ പഴം ഒത്തിരി അങ്ങ് പഴുത്തു പോയ അതിൻ്റെ ടേസ്റ്റ് വലിയ പിടുത്തമില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ല. പക്ഷെ കുഴപ്പമില്ല, അടുത്ത തവണ ഒരുപാട് പഴുക്കാത്ത പഴം വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ അസൽ കേക്ക് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് കശുവണ്ടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരുന്നു. ഇത്തവണ അതിലൊന്നും ഇടാതെയാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ഇതാ എന്നത്തെയും പോലെ ഒരു കട്ടൻ ചായയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഏട്ടയ്ക്ക് കൂടെ കൊടുത്തിട്ട് ആളുടെയും കൂടെ അഭിപ്രായം ഒന്ന് അറിഞ്ഞാൽ സക്സസ് ആണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. വീണ്ടും കാണാം.